അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഫോർമലി എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് നൗ ഇറ്റ്സ് ഓൺലി എ ലീഗൽ റൈറ്റ്? അതായത് മുമ്പ് ഒരു മൗലിക അവകാശമായിരുന്നതും എന്നാൽ ഇപ്പോൾ വെറും ഒരു ലീഗൽ റൈറ്റായി മാറിയതുമായ ഇതിലെ നിയമം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നെടും തൂണായ ഒരു കേസിൻ്റെ വിധിയാണ് ഇതിൻ്റെ ഉത്തരം. എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങളിലായി ഡിസ്കസ് ചെയ്ത് വരുന്നതുമായൊരു ടോപ്പിക്കാണ്. നമുക്കറിയാം RRB NTPCക്ക് ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ദിവസം നമ്മൾ പൊളിറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ വേറെ കുറച്ച് ചോദ്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ലോർഡ് വില്യം ബെൻഡിക് വാസ് ദ ഗവർണർ ജനറൽ ഡ്യൂറിങ് ദ പീരീഡ്. അതായത് ലോർഡ് വില്യം ബെൻഡിക് എന്ന വ്യക്തി ഗവർണർ ജനറലായിരുന്ന പീരീഡാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? 1828 മുതൽ 35 വരെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇന്ത്യയിലുണ്ടായിരുന്ന ഗവർണർ ജനറൽമാർ, ഇമ്പോർട്ടൻ്റ് ആയ ഗവർണർ ജനറൽമാർ ഉണ്ടായിരുന്ന പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ്? തീർച്ചയായിട്ടും ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ അത്തരം ഒരു ഭാഗം എന്താണ് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഈ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചതിൻ്റെ ബേസിൽ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും നന്നായിട്ട് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ദ യൂണിലാറ്ററൽ ഡൊമൈൻ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ബ്രോട്ട് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. അതായത് എന്താണ്? ദ യൂണിലാറ്ററൽ ഡൊമൈൻ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് യൂണിലാറ്ററൽ ഡൊമൈൻ എന്നുള്ള ആ ഒരു ഇത് അണ്ടർ എന്താണ് ബ്രിട്ടീഷ് റൂളിൽ എന്നാണ് കടം കൊണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും എന്താണ്? ഉത്തരം എന്താണ്? 1773 എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻ 1866 ദാദാബായ് നവറോജി ഹാഡ് ഫൗണ്ടഡ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഇൻ ദ ഫോളോയിങ് സിറ്റി. അതായത് 1866 ദാദാബായ് നവറോജി ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ ഈ തന്നിരിക്കുന്നതിൽ ഏത് സിറ്റിയിലാണ് എന്താണ് രൂപീകരിച്ചിരുന്ന ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം എന്താണ്? ലണ്ടൻ ആണ്. ഓക്കെ, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ലണ്ടനിലാണ് എന്താണ് അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ എന്ത് ചെയ്തത്, ആദ്യമായിട്ട് എന്ത് ചെയ്ത് സ്ഥാപിച്ചത്. ഓക്കെ, ഇൻ വിച്ച് ഫോളോയിങ് സെഷൻസ് ഡിഡ് ഇന്ത്യൻ കോൺഗ്രസ് സ്പ്ലിറ്റ് ഇൻ ടു മോഡറേറ്റ് പാർട്ടി ആൻഡ് എക്സ്ട്രീമിസ്റ്റ് പാർട്ടി? അതായത് ഏത് സെഷനിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ കോൺഗ്രസ് എന്താണ് രണ്ടാക്കി തിരിഞ്ഞത്? നമുക്കറിയാം ഇന്ത്യൻ കോൺഗ്രസ് എന്താണ് ഒരു സെഷനിൽ വെച്ച് രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒന്നെന്താണ് മോഡറേറ്റ്, ഒന്ന് ഏതാണ് എക്സ്ട്രീമിസ്റ്റ്. ഈ തന്നിരിക്കുന്നത് ഏത് സെഷനിലാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? സൂററ്റ് സെഷനിൽ വെച്ചിട്ടായിരുന്നു അത്. ഹു ഹാസ് മെയിൻലി വർഷിപ്ഡ് ഇൻ ദ ഋഗ്വേദിക് പീരീഡ്? അതായത് ഋഗ്വേദിക് പീരീഡിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ വർഷിപ്പ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിരുന്നത്, ദൈവമായി കണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഋഗ്വേദിക് പീരീഡിൽ ഏറ്റവും കൂടുതൽ വർഷിപ്പ് ചെയ്തിരുന്ന ആരെയായിരുന്നു? ഇന്ദ്രനെ ആയിരുന്നു. ഇന്ദ്ര എന്നതാണ് എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ടു വിച്ച് കിങ് ബിലോങ്സ് ടു ദ ലയൺ ക്യാപിറ്റൽ അറ്റ് സാരാനാഥ്? ഏത് രാജാവിനാണ് സാരാനാഥിൽ ലയൺ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചിരിക്കുന്ന അതിൻ്റെ ഉത്തരം എന്താണ്? അശോകനാണ്. അശോക റിലേറ്റഡ് ടു സാരാനാഥ്. ഓക്കെ, ഗൗതം ബുദ്ധ അറ്റൈൻഡ് നിർവ്വാണ അറ്റ്? അതായത് ഗൗതം ബുദ്ധൻ എവിടെ വെച്ചിട്ടാണ് നിർവ്വാണ? നമുക്കറിയാം ആ ഒരു പുതിയ വഴി അദ്ദേഹം സ്വീകരിച്ചത് എന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? ബോധ്ഗയ. അതെ, നമുക്കറിയാം ഈ ഗൗതം ബുദ്ധൻ എന്ന് പറയുന്നത് നല്ല ഒരു സമ്പന്നനായ രാജകുടുംബത്തിലൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം എന്നാണ് എവിടെ വെച്ചിട്ടാണ് നിർവ്വാണ, അതായത് ആ ഒരു മാറ്റം, പുതിയ ജീവിതത്തിലേക്കുള്ള മാറ്റം സ്വീകരിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ബോധ്ഗയ ആണ്. ചന്ദ്രഗുപ്ത മൗര്യ സ്പെൻഡ് ഹിസ് ലാസ്റ്റ് ഡേയ്സ് അറ്റ്? അതായത് ചന്ദ്രഗുപ്ത മൗര്യൻ എവിടെയാണ് തൻ്റെ അവസാന കാലഘട്ടം ചിലവഴിച്ചത്? എവിടെയാണ്? ശ്രാവണ ബൽഗോളയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന കാലഘട്ടങ്ങൾ എന്ത് ചെയ്തത്, ചിലവ് കഴിച്ചത്. ദ ബാറ്റിൽ ഓഫ്
തളിക്കോട്ട വാസ് ഫോർട്ട് ഇൻ ദ ഇയർ, അതായത് ബാറ്റിൽ ഓഫ് തളിക്കോട്ട ഏത് ഇയറിലാണ് ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? 1565 എന്തിന് ബാറ്റിൽ ഓഫ് തളിക്കോട്ട ഉണ്ടാവുന്നത്. ദ ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് ഇൻ ഏഷ്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ, അതായത് ഏഷ്യയിലെ ഏറ്റവും പഴയ ഓയിൽ ഫീൽഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. എവിടെയാണത്? ആസാമിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഏറ്റവും പഴയ ഓയിൽ ഫീൽഡ് എന്ത് ചെയ്തിരിക്കുന്നത്? ഏഷ്യയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ 1981 ISRO ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കോൾഡ്, അതായത് 1981 ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആദ്യമായിട്ട് വിക്ഷേപിച്ച എന്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഏതാണോ ചോദിച്ചിരിക്കുന്നത്? ഏതാണത്? ആപ്പിളാണ്. ഓക്കെ, അടുത്ത് ദ ജയകാവതി പ്രൊജക്റ്റ് വിച്ച് ഈസ് എ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്, അതായത് ഈ തന്നിരിക്കുന്നതിൽ ജയകാവതി പ്രൊജക്റ്റ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഏതാണ്? ഗോദാവരി നദിയുമായിട്ടാണ് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ജയകാവതി പ്രൊജക്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? റിലേറ്റ് ചെയ്തിരിക്കുന്നത്. വെൻ ഡിഡ് സിക്കിം ബിക്കം എ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, എപ്പോഴാണ് സിക്കിം ഇന്ത്യയിൽ ഒരു സംസ്ഥാനമായി മാറിയത് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് എന്നുള്ള ആ പദവി സിക്കിമിന് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? 1975. ഇന്ത്യ കവേഴ്സ് ഡാഷ് ഓഫ് ദ എർത്ത് ലാൻഡ് ഏരിയ, അതായത് ഇന്ത്യ ലോകത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ ടോട്ടൽ ലാൻഡ് ഏരിയയിൽ എത്ര പെർസെൻറ്റേജ് കവർ ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? അപ്രോക്സിമേറ്റ് എത്രയാണ്? 2.4% ആണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഈസ് സിറ്റുവേറ്റഡ് ഇൻ, എവിടെയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ഇന്ത്യയിൽ ഏതാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. ഇന്ത്യയിലുള്ളത് ഏതാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. ഓക്കെ, എ ഇവൻ്റ് ഹാപ്പനിങ് വൺസ് ഇൻ 4 years ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ്, അതായത് 4 വർഷത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിനെ എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് വിളിക്കും? ക്വാഡ്രേനിയൽ എന്നാണ് വിളിക്കുന്നത്. 4 വർഷത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമലി എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് നൗ ഇറ്റ്സ് ഓൺലി എ ലീഗൽ റൈറ്റ്, അതായത് മുമ്പ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നതും എന്നാൽ ഇപ്പോൾ വെറും ലീഗൽ റൈറ്റ് ആയതുമായ ഇതിലെ ഒരു നിയമം. ഈ നിയമത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ രക്ഷകനായ വിധി കേരളത്തിലെ നടന്ന കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള നിയമത്തിൻ്റെ വിധിയായിരുന്നു. ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് എന്ത് ചെയ്തു? റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു മാറ്റിയിട്ട് എന്താ ചെയ്തു? വെറും ഒരു ലീഗൽ റൈറ്റ് ആക്കിയിട്ട് അതിനെ മാറ്റി. ആ കേശവാനന്ദ ഭാരതി കേസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രക്ഷകനായ വിധി എന്നുള്ള പേരിലും എന്തറിയുന്നുണ്ട്? ആ കേസിൻ്റെ വിധി അറിയപ്പെടുന്നുണ്ട്. ഹൗ മെനി ടൈപ്പ് ഓഫ് എമർജൻസീസ് ആർ ദർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ടൈപ്പ് എമർജൻസീസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അതായത് നമുക്കറിയാം എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയന്തരാവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ ഈ കൊറോണ സിറ്റുവേഷൻ വന്നപ്പോഴും താൽക്കാലികമായിട്ട് എന്താണ് നമ്മൾ അടിയന്തരാവസ്ഥ കണ്ടവരാണ്. അങ്ങനെയുള്ള അടിയന്തരാവസ്ഥ എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണ് ഏതിൽ പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഇനി അത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 352 വരുന്ന നാഷണൽ എമർജൻസി, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 356 വരുന്ന സ്റ്റേറ്റ് എമർജൻസി അഥവാ പ്രസിഡൻറ്റ് റൂൾ, പിന്നെ എന്താണ് ആർട്ടിക്കിൾ 360 വരുന്ന ഏതാണ് ഫൈനാൻഷ്യൽ എമർജൻസി. ഇങ്ങനെ 3 ടൈപ്പ് എമർജൻസീസാണ് ഇവിടെ ഉള്ളത്, ഇന്ത്യയിൽ ഉള്ളത്. അടുത്ത ചോദ്യം എന്താണ്? ക്ലെമന്റ് അറ്റ്ലി അനൗൺസ്മെൻറ്റ് പ്രൊക്ലൈംഡ് ഡാഷ് ഇൻ ദ പാർലമെൻറ്റ്, എന്താണ് പാർലമെൻറ്റിൽ അനൗൺസ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്തായിരുന്നു? ബ്രിട്ടീഷ് ഡിസിഷൻ ടു ക്വിറ്റ് ഇന്ത്യ, അതായത് എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ളതായിരുന്നു. അടുത്ത ചോദ്യം എന്താ? ദ ടേം ഓഫ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, ഒരു ഗവർണറുടെ ഒരു സ്റ്റേറ്റിലുള്ള കാലാവധി എത്രയാണ്? 5 വർഷമാണ്. 5 years ആണ് എന്താണ് കാലാവധി എന്ന് പറയുന്നത്. ദ കൈൻഡ് ഓഫ് എക്കോണമി ഇന്ത്യ ഹാസ് ഈസ്, ഇന്ത്യക്ക് ഏത് ടൈപ്പ് എക്കോണമിയാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യക്കുള്ള എക്കോണമി എന്ന് പറയുന്നത് എന്താണ്? മിക്സഡ് എക്കോണമിയാണ്. അതായത് എന്താണ്
പ്രൈവറ്റും ഗവൺമെൻറ്റും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന എക്കോണമിയാണ് ഏത് എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മുംബൈയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൗ മെനി ടൈംസ് ലോക്സഭ ക്യാൻ ബി സമ്മൺസ്ഡ് ഇൻ എ ഇയർ? അതായത് ഒരു വർഷത്തിൽ ലോക്സഭ എത്ര വട്ടം സമ്മേളിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് മിനിമം എത്ര വട്ടം സമ്മേളിക്കണം? 2 വട്ടം സമ്മേളിക്കണം. 2 ടൈംസ്. അതാണ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിലും പറഞ്ഞിരിക്കുന്നത് 6 മാസത്തിലൊരിക്കൽ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ 2 തവണ. ദ ലാംഗ്വേജ് ഓഫ് യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് ഈസ്, അതായത് ലക്ഷദ്വീപിലെ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അവിടുത്തെ ലാംഗ്വേജ്? മലയാളമാണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓഫ് ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്? അതായത് ആദ്യമായിട്ട് എന്താണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ വന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ആരുടെ നേതൃത്വത്തിലായിരുന്നു? പോറ്റി ശ്രീരാമലു. അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുകയും അതിനെ തുടർന്ന് എന്താണ് ഭാഷ അടിസ്ഥാനത്തിൽ വരികയും ചെയ്ത ഒരു സംസ്ഥാനമാണ് ഏത് എന്ന് പറയുന്നത്? ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ദ പ്രസിഡൻറ്റ് ക്യാൻ ഡിക്ലെയർ എ സ്റ്റേറ്റ് ഓർ എമർജൻസി? അതായത് എന്താണ് ഒരു പ്രസിഡൻറ്റിന് ഒരു സ്റ്റേറ്റിൽ എമർജൻസി ഇതിൽ ഏത് സാഹചര്യത്തിൽ ഡിക്ലെയർ ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് സംശയം വരാം. ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ എ. ഉത്തരം എ ആണ്. എന്താണ്? ഇൻ എ സ്റ്റേറ്റ് ഓഫ് എക്സ്റ്റേണൽ ഇൻവേർഷൻ ഓർ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്. അതുപോലെ തന്നെ ഇവിടെ വെൻ ദ റൂൾ ഓഫ് ലോ ബ്രേക്സ് ഡൗൺ എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഉത്തരം ഇതല്ല. അതേസമയം ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രേക്ക് ഡൗൺ എന്നാണ് തന്നിരുന്നതെങ്കിൽ എന്തായിരുന്നു? ബിയും ഉത്തരമാവുമായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക? ഒരു സംസ്ഥാനത്ത് നമുക്ക് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റുക. ഓക്കെ. ഹൂ എമംഗ് ദ ഫോളോയിങ് പ്രൈം മിനിസ്റ്റർ ഡിഡ് നോട്ട് ഫേസ് ദ പാർലമെൻറ്റ് ഡ്യൂറിങ് ഹിസ് ടേം ഓഫ് ഓഫീസ്? അതായത് ഒരു എന്താണ് പ്രൈം മിനിസ്റ്റർ അഥവാ പ്രധാനമന്ത്രി തൻ്റെ അധികാര കാലഘട്ടത്തിൽ പാർലമെൻറ്റിനെ ഫേസ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്. ഏതാണ് ആ പ്രധാനമന്ത്രി എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ശരൺ സിംഗ് ആണ്. ഓക്കെ. ഹൂ റോട്ട് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? മാർക്സും ഏംഗൽസും കൂടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കിയത്. ഇത് RRB NTPCക്ക് മുമ്പ് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. എല്ലാവരും ക്ലാസ് പൂർണ്ണമായും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും NTPC എക്സാം നന്നായി എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.